അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയം എന്തിനു വേണ്ടിയാണ് സമസ്തയുണ്ടായത് എന്നുള്ളതാണ്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ ഇവിടെ ഉണ്ടായത് എന്തിനു വേണ്ടി എന്ന് വിശദീകരിക്കുന്നത് സമസ്തയിലെ തന്നെ ചില മുസ്ലിയാക്കന്മാരാണ്. സൂഫി ത്വരീഖത്തിൻ്റെ ഭാഗമായിക്കൊണ്ടും ഷിയായിസത്തിൻ്റെയും ബറേൽവിസത്തിൻ്റെയും ഭാഗങ്ങൾ എടുത്തുകൊണ്ടും ഇതര മത ആദർശങ്ങളിലേക്ക് ദീനുൽ ഇസ്ലാമിനെ വലിച്ചിഴച്ചുകൊണ്ടും മുല്ലാ ശരീഅത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ രൂപകൽപ്പന ചെയ്ത സമസ്ത എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം അത് എന്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് എന്നുള്ളത് അവരിൽ നിന്ന് തന്നെയുള്ള മുസ്ലിയാക്കന്മാരാണ് പറയുന്നത്. പ്രിയമുള്ളവരോട് പറയുവാനുള്ളത്, നിങ്ങൾ ക്ഷമാപൂർവം ഇത് കേൾക്കുകയാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് ഇവരിത് ഏറ്റിത്താങ്ങി നടക്കുന്നത് എന്നുള്ളത്. വ്യക്തമായിക്കൊണ്ട് പരാമർശിക്കുന്ന വീഡിയോകൾ ഈ വീഡിയോക്കിടയിലൂടെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇനി ആദ്യമായിക്കൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് ഷജറ വിഭാഗത്തിൻ്റെ മൂത്ത നേതാവ് ഉമർ ഫൈസി മുക്കമാണ്. ആദ്യമായിട്ട് എന്തിനു വേണ്ടിയാണ് ഇതുണ്ടായത് എന്നുള്ളത് ഇവിടെ പരാമർശിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുന്നി സംഘടനകൾ എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ചില മുസ്ലിയാക്കന്മാർ, മുല്ലാ ശരീഅത്ത് ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ചില മുസ്ലിയാക്കന്മാർ നടത്തിയ വഖഫ് സമ്മേളനത്തിൽ അവിടെ പോലും മുസ്ലിം ഉമ്മത്തിനെ വെട്ടിക്കീറുവാൻ ഭിന്നതയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ വാദമുഖങ്ങൾ, ആ വൃത്തികെട്ട രൂപങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് ഉമർ ഫൈസി മുക്കം പറയുന്നതെന്ന് കേൾക്കാം. ഇങ്ങനെ 4 കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണിക്കടി ഉണ്ടായത് ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാർക്കാണ്. വഹാബികൾ, മൗദൂദികളൊക്കെ ഇതിന് വേണ്ടി കുറേ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിൽ ഈ ഐക്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം വേദനിച്ചവർ അവരാണ്. അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം തോന്നാണ്. അക്കൂട്ടരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ, അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് ബിദഈ പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം അവിടെ നിൽക്കും ഉമർ ഫൈസിയെ. എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇവിടെ സുന്നി സംഘടനകൾ ഉണ്ടായത്, സമസ്ത കേരള സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത് ബിദഈകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മൂപ്പര് പറയണത്. എന്നേ ഇവിടെ സമസ്ത ഉണ്ടായത്? നിങ്ങളിപ്പോൾ 100-ാം വാർഷികം ആഘോഷിക്കുന്നത് 2026-ലാണല്ലോ അല്ലേ? നിങ്ങളിപ്പോൾ 2020-ത്തെ കഥയും കൊണ്ടൊക്കെ അതാ തൊട്ട ക്ലിപ്പിൽ വരുന്നുണ്ട്. ഒക്കെ നമുക്ക് കാണിക്കാം. ഇവിടെ 1918 ഐക്യസംഘം രൂപീകരിക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് കേരള ജമിഅത്തുൽ ഉലമ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പണ്ഡിത സഭയും രൂപീകരിക്കപ്പെട്ടു. അതിനുശേഷം അവിടെ ബിദ്അത്തും മാലമൗലൂദും മങ്കൂസും കുങ്കൂസും കങ്കീസുമായിട്ട് വൃത്തികെട്ട പാളക്കിതാബുകളുമായിട്ട് നിങ്ങളുടെ ആളുകൾ ഇറങ്ങിയപ്പോൾ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ജമിഅത്തുൽ ഉലമ എന്ന് പറഞ്ഞ് നിങ്ങളതിൽ നിന്ന് ഇറങ്ങിപ്പോയി, നിങ്ങളതിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നു. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അടിസ്ഥാനമാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയപ്പെട്ട മാലി മൗലൂദും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മരിച്ചാലുള്ള അടിയന്തരം കണ്ണൂക്ക് ഇതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കൈമടക്ക് കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദീനിന് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ചെറുലാഭം ഉണ്ടാക്കണം, നിങ്ങൾക്കും ഈ ദീനൊരു വിൽപ്പന ചരക്കാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി 2026-ലാണ് സമസ്ത കേരളം ഉണ്ടാവുന്നത്. പിന്നെ അത് എങ്ങനെ പിരിഞ്ഞ് പല കക്ഷികളായി എന്നുള്ളത് അതാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ ബിദഈ പ്രസ്ഥാനത്തിനെ പ്രതിരോധിക്കാനാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറയണത് അതവിടെ നിൽക്കട്ടെ. അതെന്തായാലും നമുക്ക് വഴിയെ പറയാം ഇൻഷാ അല്ലാഹ്. കുറച്ചുകൂടി ഇയാൾ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. 1920 ശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അത് വഹാബികൾ കൊണ്ടുവന്നതാണ്. കെ എം മൗലവിയാണ് കൊണ്ടുവന്നത്. അറിയാലോ കെ എം മൗലവിയെ? അറിയാത്തവർക്ക് ഈ കാലത്ത് പുതുതായിട്ട് അറിയിക്കുന്ന പല സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കെ എം മൗലവി കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം.
അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ ഉണ്ടായത്. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ഇടപെടുന്നുണ്ട്. ഇവിടെ ആദ്യം ഐക്യസംഘമാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അതിനുശേഷം കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭ രൂപീകരിച്ചു എന്നും പറഞ്ഞു. അതിനുശേഷം അതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട ചില ആളുകൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു പണ്ഡിത സഭ രൂപീകരിക്കുകയാണ്. അവർ അതിനും പേരിട്ടത് കേരള ജമിയത്തുൽ ഉലമ എന്ന് തന്നെയായിരുന്നു. എന്നാൽ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അന്ന് അവർ പറഞ്ഞു രണ്ട് സംഘടന ഒരേ പേരിൽ പറ്റൂലെന്ന്. അങ്ങനെ അത് സുപ്രീം കോടതിയിലെത്തുകയും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്തെ സുപ്രീം കോടതിയിൽ കേസ് വരികയും ആ കേരള ജമിയത്തുൽ ഉലമയ്ക്കൊപ്പം സമസ്ത എന്നുകൂടി ചേർത്തുകൊണ്ട് അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുകയും ചെയ്തു. KM മൗലവി ബിദ്അത്ത് നടത്തിയത് കൊണ്ടല്ല ഇവർ വേറെ സമസ്ത ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കേരള ജമിയത്തുൽ ഉലമയ്ക്കൊപ്പം സമസ്ത ചേർത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ ബിദ്അത്ത് ചെയ്തപ്പോൾ ഇവിടെ ബിദ്അത്ത് പറ്റൂല, ഇവിടെ ഖുർആനും സുന്നത്തേ പറ്റുള്ളൂ. അള്ളാൻ്റെ ദീന് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസുമാണ്. പരിശുദ്ധ ഖുർആനിൽ എന്താണുള്ളത്? അതാണ് ദീന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസിൽ എന്താണുള്ളത്? അതാണ് ദീന്. ആസാറു സ്വഹാബാക്കളുടെ ചര്യ എന്താണ്? അതാണ് ദീന്. അതല്ലാതെ എന്ത് നിങ്ങൾ കടത്തിക്കൂട്ടുന്നുണ്ടോ അത് ബിദ്അത്താണ്. അപ്പോൾ ബിദ്അത്ത് ഉണ്ടാക്കിയിട്ട് ഇവിടെ നിക്കക്കള്ളില്ല, അവിടെ ചെക്കുകള്ളിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഓല് പോയിട്ട് വേറൊരു സമസ്ത ഉണ്ടാക്കി. എന്തിന്? ബിദ്അത്ത് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓല് പറയുന്നത് എന്താണ്? ബിദ്അത്തുകളെ പ്രതിരോധിക്കാനാണ് എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാണ് ബിദ്അത്തുകൾ എന്നുള്ളത്? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വരുന്ന വീഡിയോകൾ ക്ഷമാപൂർവ്വം നിങ്ങൾ കേൾക്കുക, വീക്ഷിക്കുക, മനസ്സിലാക്കുക. ആരാണ് ബിദ്അത്തുകൾ, എന്താണ് ബിദ്അത്ത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നതാണ്. പാറയും പൈസ കുറച്ചും കൂടി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ. ഒന്നിക്കണം, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പൊന്നുമില്ല. സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത്. അതൊക്കെ പുറത്തുകൊണ്ട് നമുക്കെന്താക്കണം? മുന്നോട്ട് പോകണം. ബിദ്അഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം. അപ്പോൾ ബിദ്അഈ പ്രസ്ഥാനത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊരു 4 സംഘടനകൾ ഒന്നായിക്കണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. ആദർശത്തിലൊന്നും നമുക്ക് വലിയ ഭിന്നതല്ല, പിന്നെ സംഘടനാ തലത്തിലാണ് എന്നാ. എന്താണ് സംഘടനാ തലത്തിൽ? ലെറ്റർ പേഡും സീലും പ്രസിഡൻറ്റും സെക്രട്ടറിയും അതിനു വേണ്ടിയിട്ട് തല്ലുപിടിക്കുകയാണ്. പിന്നെ ആദർശത്തിൽ വലിയ ഭിന്നതകളൊന്നും ഇല്ലാന്ന് ഇല്ല. പിഴച്ച വിശ്വാസം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഇവിടെ ഈ ഐക്യത്തിനെക്കുറിച്ച് ഇയാൾ വാചാലനാകുന്നുണ്ട്. ഈ മനുഷ്യനോട് ചോദിക്കുവാനുള്ളത്, അല്ലെങ്കിൽ ഈ സംഘടനയിൽ നിന്ന് പിന്മാറിയ ദക്ഷിണ കേരളയുണ്ട്, തൊടിയൂർ മുസ്ലിയാരൊക്കെ മൗലവിയൊക്കെ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. എന്ത് കാരണം പറഞ്ഞിട്ടാണ്? പാണക്കാട് കുടുംബത്തെ പങ്കെടുപ്പിക്കാതെ അങ്ങനെ നിങ്ങളൊരു ഐക്യം ഉണ്ടാക്കണ്ട എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഐക്യത്തെ കുറിച്ചിട്ട് നിങ്ങളിങ്ങനെ വാചാലരാവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിലും ഐക്യമൊന്നുമില്ല. ഭിന്നിപ്പിൻ്റെ ഉസ്താദന്മാരാണ് ഈ തലേക്കെട്ടന്മാർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഇദ്ദേഹം വഹാബികളെയാണല്ലോ ഇത്രയും നേരം പറഞ്ഞേ. ഇനി അടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് ഇനി ഇയാൾ അടുത്തതായിട്ട് പറയുന്നത്. അതും 940 ഉണ്ടായ ഒരു ജന്തുവാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഈ ജന്തു പറയുന്നത്. കേട്ടോക്കാ നിങ്ങൾ. 940 ഉണ്ടായ വേറൊരു ജന്തുവാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം. ഫിത്തനയാണ്, എല്ലായിടത്തും ഫിത്തനയാണ്. അവരേതായാലും ഇല്ല, നാം മറ്റുള്ളവരും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരും പ്രവർത്തനമാണ് ഒരു പ്രവർത്തനം. അവരൊക്കെ ഒരു മീഡിയ ഒക്കെ ഉണ്ട്, ഒരു പത്രമുണ്ട്. അത് ഇവിടെ വരുത്തുന്ന നാശം വലിയ നാശ. ഈ സമ്മേളനത്തെക്കുറിച്ച് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനതൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുമല്ലോ. എന്താണ് അവരിതിന് തുരങ്കം വെച്ചത്? അത് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ ഒരു വേദി കെട്ടിയിട്ട് അതിൽ ഒരു മൈക്കും സ്ഥാപിച്ചിട്ട് കുറേ ആളുകളെ ഇരുത്തിയിട്ട് നിങ്ങൾ അങ്ങോട്ട് ആരോപിച്ച് പോകാൻ പറ്റുമല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ അവർക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ്, എന്തെല്ലാം വൃത്തികേടുകളാണ്, ആഭാസങ്ങളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ആ വിഷയം സംബന്ധിച്ചൊക്കെ എത്രത്തോളം നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ ആരോപിച്ചു. അപ്പോൾ അവരുടെ മാധ്യമങ്ങൾ, നിങ്ങൾക്കുണ്ടല്ലോ മാധ്യമം,
നിങ്ങളും വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഒരു പത്രം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കും പറയാലോ. അവർ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണത്തിന് അക്കമിട്ട് മറുപടി പറയാൻ വേണ്ടത്. അപ്പം നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയൂല. കാര്യം എന്താണ്? അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ പരമാർത്ഥമാണ് എന്നുള്ള ആ ഒരു കാര്യം അടിസ്ഥാനമാക്കിയിട്ട് തന്നെ പറയട്ടെ, നിങ്ങൾക്ക് അത് മുണ്ടാൻ കഴിയൂല. ഈ പാവങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിക്കാം. ഓല അത് പറഞ്ഞു ഇത് പറഞ്ഞു, എന്താ പറഞ്ഞത് അത് നമ്മൾ പറയില്ല. എന്തേ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആദർശം അതാണ് കോലം. പാറി പൈസയെ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും. അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം. എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. വല്ലാത്ത പൂതിയായിപ്പോയി അമർ ഫൈസിയെ. ഏത് ജമാഅത്തെ ഇസ്ലാമിക്കാരെയും മുജാഹിദ് പ്രസ്ഥാനക്കാരെയും ഇവിടുന്ന് നാട് കടത്തണം എന്നാണ് പറഞ്ഞത്. അതിന് നിങ്ങളാരുവാ ഇവിടുത്തെ നാട്ടുരാജാവോ? രാജാവേ പറയൂ, നിങ്ങൾ ഇവിടുത്തെ നാട്ടുരാജാവാണോ? ഇവിടെ മുസ്ലിയാക്കന്മാരെന്ന പേരിൽ വെള്ളയും വെള്ളയിട്ടിട്ട് തലയിൽ പൊറോട്ട കെട്ടിയിട്ട് പച്ച ഷിർക്കും ബിദഅത്തും കള്ളക്കറാമത്തും പറഞ്ഞ് നടക്കുന്ന മുസ്ലിയാക്കന്മാർ, ആ മുസ്ലിയാക്കന്മാരെ അടക്കി നിർത്തിയാൽ തന്നെ ഈ ഉമ്മത്ത് എന്നോ രക്ഷപ്പെട്ടിരുന്നു. ഇവിടെ ധനസമ്പാദനത്തിനും ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള കുതുകുലങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അനാചാരങ്ങളാണ് ഈ സമൂഹത്തിലേക്ക് നിങ്ങൾ കടത്തിക്കൂട്ടിയത്. ജാറ വ്യവസായം കാരണം, മയ്യത്ത് വ്യാപാരം കാരണം, അതുപോലെ തന്നെ അതിനൊക്കെ പുറമെയാണ് ഓൺലൈനിൽ ഇരുന്നിട്ട് ഒരു വിവരമില്ലാത്ത ജാഹിലീങ്ങളായ ചില താലേക്കെട്ടന്മാരുടെ വിടുവായത്തങ്ങൾ. ഈ സമൂഹം ഇതിനെല്ലാം മറുപടി പറഞ്ഞ് മടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായ നിരവധി യുവാക്കൾ ഈ വിടുവായത്തം പറയുന്ന വിടുവായത്തന്മാരുടെ ഈ വിടുവായത്തം കേട്ടുകൊണ്ട് ഈ മതം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക്, മറ്റു മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ കെട്ടിയ മുണ്ടഴിച്ചിട്ട് വായിൽ തിരിയിട്ട് മിണ്ടാതിരുന്നാൽ ഈ സമൂഹം രക്ഷപ്പെട്ടു, ഈ കേരളം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഇവരിവിടെ കൊണ്ടുവന്ന പിഴച്ച വാദങ്ങൾ എന്തൊക്കെയാണ് അത് പറയണത്. ആദ്യം ഇവരുടെ തന്നെ ത്വരീഖത്താണല്ലോ ഇവരുടെ ഒന്നാമത്തെ പിഴച്ച വിശ്വാസം. ത്വരീഖത്തിൻ്റെ ഒരു ഉസ്താദായ ഏലംകുളം വാപ്പു മുസ്ലിയാർ ബദരീങ്ങളെ വിളിക്കുന്ന വിഷയം സംബന്ധിച്ച് പറയുന്നുണ്ട്. പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവരുടെ വൃത്തികെട്ട പിഴച്ച വിശ്വാസം കാരണം മുസ്ലിം ഉമ്മത്ത് നാണക്കേടിലാണ്. ഇവരുടെയൊക്കെ വിവരക്കേടും അതുപോലെയുള്ള വിടുവായത്തങ്ങളും കള്ളക്കറാമത്തുകളും ഇവരുടെ ഈ ജാറ വ്യവസായവും മയ്യത്ത് വ്യാപാരവും ഇതിനെക്കുറിച്ച് ഇത് ഇസ്ലാമല്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് എത്രയെത്ര യുവാക്കളാണെന്ന് ഇസ്ലാമിന് വേണ്ടിയിട്ട് വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പൊന്നര മൂല്യരെ തലകെട്ട് അയച്ചിട്ട് തൊള്ളി തിരികിട്ട് മുണ്ടാതിരിക്കുകയും എന്നാൽ തന്നെ നമ്മളെ ഉമ്മത്ത് രക്ഷപ്പെട്ടു എന്നാണ് പറയാനുള്ളത്. ഇനി അടുത്തത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഏലംകുളം വാപ്പു മുസ്ലിയാർ എന്ന ത്വരീഖത്തിൻ്റെ മശായിഖ്, അയാൾ പറയുന്ന വിവരക്കേട് കേൾക്കാം നമുക്ക്. ബദരീങ്ങളെ ഒരൊറ്റ വിളിയുള്ളൂ, നെഞ്ഞത്തൊന്ന് കൈ വെച്ചുകൊണ്ട് ബദരീങ്ങളെ ഞാൻ കുഴങ്ങിയല്ലോ. പെട്ടെന്ന് എന്തോ ഒരു വഴി അവിടെ വരികയും സലാമത്താവും ചെയ്യും. ബദരീങ്ങളെ ഒരൊറ്റ വിളിയുള്ളൂ, നെഞ്ഞത്തൊന്ന് കൈ വെച്ചുകൊണ്ട് ബദരീങ്ങളെ ഞാൻ കുഴങ്ങിയല്ലോ. പെട്ടെന്ന് എന്തോ ഒരു വഴി അവിടെ വരികയും സലാമത്താവും ചെയ്യും. ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ അതൊരു വലിമത്തരാവും, ഞാനത് പറയുന്നില്ല. ധാരാളം ആളുകൾ രക്ഷപ്പെട്ട അനുഭവങ്ങൾ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോ നമ്മൾ ആവുന്ന അത്ര അസ്മാഉൽ ബദർ ഓതുക. എന്താണ് സഹോദരന്മാരെ ഇയാൾ ഈ പറയണത്? ആരാണ് ബദരീങ്ങൾ? ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 300 ചില്ലാനം സ്വഹാബാക്കളും. അവരിൽ മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്ക മണലാരണ്യത്തിൽ ജീവിക്കാൻ അനുവദിക്കാതെ ഉപരോധം തീർത്തുകൊണ്ട് മക്ക മുശ്രിക്കുകളുടെ ഉപരോധം സഹിക്കവയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്തവരാണ് മുഹാജിറുകൾ. അൻസാറുകൾ ആരാണ്? അൻസാറുകൾ അവർ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെ വന്ന
മുഹാജിറുകളായ മക്ക നിവാസികളായ മുസ്ലിങ്ങളെയും സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്ത ആളുകളാണ്. അവർ അബ്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആ മണലാരണ്യത്തിൽ വെച്ചുകൊണ്ട് ആ രണഭൂമിയിൽ വെച്ചുകൊണ്ട് അവിടെ മക്ക മുശ്രിക്കുകൾക്കെതിരെ മക്കയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവിടെ നിന്നും ദ്രോഹിച്ച ആ മക്ക മുശ്രിക്കീങ്ങൾക്കെതിരെ പടപൊരുതിയ ധീര ശുഹദാക്കളാണ്. അവിടെ 14 പേരാണ് ധീര ഷഹീദുകളായിട്ട് മരണപ്പെട്ടു പോകുന്നത്, വഫാത്തായി പോകുന്നത്. എന്നാൽ അവിടെ പങ്കെടുത്ത 300 ചില്ലാനം ആളുകൾക്കും ശുഹദാക്കളുടെ കൂലിയുണ്ട്. അവരെ അള്ളാഹു റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യവുമാണ്. പൊന്നു സഹോദരന്മാരെ, എന്തിനു വേണ്ടിയാണ് ബദരീങ്ങൾ നിലകൊണ്ടത്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മണലാരണ്യത്തിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറഞ്ഞത്. എന്താണ് മൊയ്ലിയാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ബദരീങ്ങളെയും വിളിക്കും, മമ്പർദ തങ്ങളെയും വിളിക്കും, CM മടവൂരിനെയും വിളിക്കും, കോയക്കാക്കാനെയും വിളിക്കും. ഏത് മനുഷ്യൻ മരിച്ചു പോയോ, മാനസിക രോഗത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ട് മരണപ്പെട്ടു പോയോ, കുളിക്കാതെ തിരുമ്പാതെ നഖം വെട്ടാതെ മുടിയോ വെട്ടാതെ മരിച്ച് മണ്ണിനടിയിൽ കൊണ്ടുവച്ചാൽ അതിനോടൊക്കെ തേടുമെന്ന് പറയുന്ന പിഴച്ച വിശ്വാസക്കാരാ. ആ വിശ്വാസത്തിനെതിരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ 1000 വട്ടവും 10,000 വട്ടവും 1,00,000 തവണയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അർത്ഥസഹിതം അർത്ഥമറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും അത് നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ബദരീങ്ങളെ വിളിച്ചോളാൻ ഇങ്ങനെ പാടിപ്പറഞ്ഞ് നടക്കുമോ മൊയ്ലിയരെ? തലേ കെട്ടുകാരാ, പോരാട്ടക്കെട്ടുകാരാ. അല്ലല്ലാത്തവരെ വിളിക്കുന്നത് അത് ഷിർക്കാണ്. അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ് ഷിർക്ക്. ആ ഷിർക്കിൻ്റെ വക്താക്കൾക്കെതിരെയായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മണലാരണ്യത്തിൽ ഭുജാതനായിക്കൊണ്ട് പ്രബോധനം നടത്തിയത്. ആ മുശ്രിക്കീങ്ങൾക്കെതിരെയായിരുന്നു, നിങ്ങളെപ്പോലെ ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയും ഷിർക്ക് ചെയ്യുന്നവർക്കെതിരെയുമായിരുന്നു ബദറിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും പോരാടേണ്ടി വന്നത്. പൊന്നു സഹോദരന്മാരെ, ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് ആരാണ് വിധവികൾ എന്നുള്ളത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിക്കാത്ത ഒരു വിശ്വാസമാണ് ഇവർ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബറേൽവികളുടെയും ഷിയാക്കളുടെയും മറ്റു ഇതര മത വിശ്വാസികളുടെയും ആചാരം പേറിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കള്ളക്കടത്ത് നടത്തുകയാണ്, കട്ടുകടത്തുകയാണ് ഇവർ ഈ പിഴച്ച വിശ്വാസം. ഇനി അടുത്തത് സമസ്തയുടെ തന്നെ വലിയൊരു സുജായിണ്ട്. മൂപ്പരുടെ പേര് അബ്ദുസമദ് പൂക്കോട്ടൂരുന്നാ. പറയുന്നത് കേട്ടോക്കാ നിങ്ങൾ. അതാണ് മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞത്. നിങ്ങൾ നല്ല മനസ്സോടെ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരിങ്ങള ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽഷണം ഹാസില. ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ. നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരിങ്ങള ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽഷണം ഹാസില. ഉള്ളുറപ്പിലൊരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുആ തേടുകിൽ ബിരുത്തമേത് ഫുശുത്തിലാകിലും കിട്ടും ഉത്തരം അജിലായി. നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഉള്ളുറപ്പുണ്ടായി കിട്ടും എന്നതിൻ്റെ അർത്ഥം. ഉമർ ഫൈസിയെ, ആരാണ് വിധേയങ്ങൾ? ഈ പറയുന്നത് കേട്ടിട്ട് വ്യക്തമായിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പിലുള്ള ആളുകളോട് ഈ പറയുന്നത് വിശദീകരിച്ചുകൊണ്ട് ആരാണ് വിധേയകൾ എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുകയാണ്. കാര്യം ഏതോ ഒരു മാലയും പാടിയിട്ട് പറയാണ് ബദരീങ്ങളെ വിളിച്ചോളീന്ന്. ബദരീങ്ങളെ വിളിച്ചാൽ ബദരീങ്ങൾ ഹാജരാകും എന്നാണ് ഈ മൊയ്ലിയർ. ഈ തലഘട്ടം ഇപ്പം തലകെട്ടലില്ല, തൊപ്പി കൗത്തലാണ്. എന്ത് കൗത്തിയിട്ടും കാര്യമില്ല. തലയിലൊന്നുമില്ലാതെ ഈ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടിന് വിരുദ്ധമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മണലാരണ്യത്തിൽ വന്നപ്പോൾ അവിടുത്തെ മുശ്രിക്കീങ്ങളായ മക്ക നിവാസികൾ വിളിച്ചു തേടിയിരുന്നത് ആരെയാണ്? ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്, ഉബലാലയാണ്, അതുപോലെ തന്നെ ഉസൈർ നബിയെയാണ്, ഇബ്രാഹിം നബിയാണ്, ഇസ്മായിൽ നബിയാണ്. 360 പരം വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് വിഗ്രഹ ആരാധന മാത്രമല്ല ഷിർക്ക്. പൊന്നാര സഹോദരന്മാരെ,
നിങ്ങൾ വിഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഖസാകായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ അല്ലല്ലാത്തവരിലേക്ക് നിങ്ങൾ താഴ്മയോടെയുള്ള വണക്കത്തോടെ നിങ്ങൾ വണക്കല്ലാണ്ട് വിളിച്ചാലും വണക്കം ഉണ്ടായിട്ട് വിളിച്ചാലും നിങ്ങൾ അല്ലല്ലാതെ ആരെ അല്ല കേൾക്കുമെന്ന് കരുതുന്ന പോലെ, ഇനി അല്ല കേൾക്കുമെന്ന് കരുതുന്ന പോലെ നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിലും അല്ല കേൾക്കുന്നത് പോലെയാണ് ആ കേൾവി. അവർ മരിച്ച് മണ്ണിനടിയിൽ കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുകയാണ്. അവരുടെ മരണശേഷം അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എല്ലാവർക്കും മരണശേഷം സംഭവിച്ചിട്ടുള്ള പോലെ ഇൻഖിതാഉൽ അമാലാണ്. ഇനി മറ്റൊരു കാര്യം പറയാറുണ്ട്, നമ്മളിവിടെ സലാത്ത് ചൊല്ലിയാലും സലാം ചൊല്ലിയാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തൂലേന്ന്. എത്തും. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു ആ ഒരു കാര്യത്തിന് വേണ്ടി മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുന്നതും പറയുന്നതും നിങ്ങൾ തേടുന്നതും കേൾക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ സലാം അവിടെ കേൾക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ സലാത്ത് അവിടെ കേൾക്കുന്നില്ല? അതിനു വേണ്ടി ഒരു കൂട്ടം മലക്കുകൾ എന്തിനു നിയോഗിച്ചു? ഇനി മറ്റൊരു കാര്യം അതിനോടൊപ്പം കൂട്ടി പറയുവാനുള്ളത്, ആ മലക്കുകൾ നിങ്ങൾ വിളിക്കുന്ന ഷിർക്കായ ദുആ അവിടെ എത്തിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖേ കാക്കണേ, മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഈ മുഹീദ്ദീൻ ഷെയ്ഖോ മമ്പർത്ത തങ്ങളോ നിങ്ങൾ വിളിക്കുന്ന വിളി കേൾക്കൂല. ആ വിളിക്കുന്നത് കേൾപ്പിക്കാനല്ലെങ്കിൽ അത് മലക്കുകൾ മുഖാന്തരം അവിടെ എത്തിക്കാൻ അങ്ങനെ ഒരു മലക്കുകളെ നിയോഗിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദീനിൽ എന്തൊക്കെ വൃത്തികേടുകൾ കടത്തിക്കൂട്ടാനുണ്ടോ അതൊക്കെ കൂട്ടിയിട്ട് എന്നിട്ട് ഈ പാമര ജനതയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മൈക്കും കെട്ടിയിട്ട് ഒരു വിളിച്ചു പറയാണ് ബദരീങ്ങളെ വിളിച്ചോളിയെന്ന്. നാണോ മാനോണ്ടോ മൊയ്ലിയക്കന്മാരെ നിങ്ങൾക്ക്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിച്ച വിശ്വാസമാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതോ അതിന് കടകവിരുദ്ധമായിട്ടുള്ള വിശ്വാസമാണോ? ഇനി അടുത്തത് AP സമസ്തയിലത്തെ ഒരു അബൂജാഹിലാണ്. വലിയ അബൂജാഹിലാണ് കേട്ടോ. കണിങ്ങൾ നമ്മളെ വൈരത്തൂർ തങ്ങൾ എന്ന് പറഞ്ഞ അവരുമായിട്ട് അഭേദ്യമായ ബന്ധമായിരുന്നു. മരിക്കുന്ന ആ ദിവസം ഓരോ മധു പ്രസംഗിച്ച് പുരേ പോയി. അങ്ങനെ അസുഖം വന്നപ്പോ പുരേന്ന് CM വലിയുള്ള എന്ന് പറഞ്ഞാ മരിച്ചത്. ആ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ച അള്ളാഹ് എന്ന് പറയും. CM വലിയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വലിയ എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹനല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞു വഫാത്തായ. എന്ത് പിഴച്ച തള്ളാണ് സഹോദരന്മാരെ ഈ പിശാചൊക്കെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കുമ്പോൾ CM എന്ന് പറഞ്ഞിട്ടാ മരിച്ചത്, അല്ലെങ്കിൽ CM ഔലിയ പാപ്പാന്ന് പറഞ്ഞിട്ടാ മരിച്ചതെന്ന്. CM ഔലിയ എന്ന് പറഞ്ഞ് മരിച്ചപ്പോൾ ഭാര്യ പറയാത്ര അള്ളാന്ന് പറഞ്ഞ് മരിക്കേന്ന്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവസാന വാചകം, അത് ജീവിതവും ലാ ഇലാഹ ഇല്ലല്ലാ ആവണം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള പീരാന്തന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് നടന്നിട്ട് ഷിർക്കും ചെയ്തിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് ഒരു കാര്യമല്ല. കാര്യം റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ നിങ്ങളുടെ തൗബ അള്ളാഹ് സ്വീകരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവിടെ പലരും പറയാറുണ്ട് മരിക്കുമ്പോൾ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാണ് ആ കുരിപ്പ് മരിച്ചതെന്ന്. ഏത് കുരിപ്പ്? ഇവരെ ഏതെങ്കിലും വലിയൊരു സുജായിയാവും. എന്നാൽ പോട്ടന്മാരെ, നിങ്ങളൊരു ഹദീസ് കേട്ടിട്ടുണ്ടോ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ തൗബ സ്വീകരിക്കുള്ളൂ. നിങ്ങൾ ഹയാത്ത് കാലത്ത് മുഴുവൻ ഷിർക്കും ചെയ്ത് നടന്നിട്ട് തൗബ ചെയ്യാതെ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് മടങ്ങാതെ മരിക്കുന്ന സമയത്ത് ഒരന്തോ കുന്തോ ഇല്ലാതെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് അപ്പം മരിക്കുന്ന അവസ്ഥയിൽ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ എന്നിട്ട് പറഞ്ഞാൽ നേരെ സ്വർഗ്ഗത്തിൽ കണ്ട് കയറിപ്പോകാൻ നിങ്ങൾ കരുതിയിരിക്കുന്നത്. ഇനി ഇവിടെ ഈ പിശാചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? മരിക്കണ സമയത്ത് മനുഷ്യന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഇവിടെ CM എന്ന് പറഞ്ഞിട്ട് മരിച്ചു എന്നിട്ട് കക്കയെന്ന് ചിരിക്കുകയാണ്. ഏതാണിതൊക്കെ? എവിടുന്നാണ് ഇതൊക്കെ ഈ പള്ളമക്കാലം ഫിറ്റ് ചെയ്തിട്ട് വരുന്നത് എന്നുള്ളത് ചോദിക്കേണ്ട സഹോദരന്മാരെ. ഇനി അടുത്തത് ഒരു ഓൺലൈൻ വാണിഭക്കാരനാണ്. മദനീയം ഓൺലൈൻ വാണിഭം നടത്തുന്ന മനുഷ്യൻ പറയുന്ന ഷിർക്കൻ വാചകങ്ങൾ, ആ ഉമ്മത്തിനെ പഴപ്പിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ച ഷിർക്ക് എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കുക. ഈ മജ്ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, കബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്ലിസാക്കണേ തങ്ങളെ, തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ. പൊന്നാര സഹോദരന്മാരെ, ഈ മനുഷ്യൻ ഈ പറയുന്നത് മമ്പുറം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണെന്നുണ്ടെങ്കിൽ ഇയാളെ നെറുവ മണ്ടക്ക് വെട്ടിയിട്ടുണ്ടാവും മമ്പുറത്തെ തങ്ങൾ. കാര്യം മമ്പുറത്തെ തങ്ങൾ ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ പോലും അദ്ദേഹം തൗഹീദുള്ള വ്യക്തിയായിരുന്നു. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ മമ്പുറം തങ്ങളുടെ പേരിലാണ് ഈ പച്ചക്കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിക്ക് കൗമേ എന്ന്? ഇല്ല. ഉമർ ഫൈസി മുക്കം, നിങ്ങൾ മുക്കിയിട്ടും മുരണ്ടിയിട്ടും പറഞ്ഞല്ലോ, ഇതിന് നിങ്ങൾക്ക് മറുപടിയുണ്ടോ? ഈ ശിർക്ക് പ്രചരിപ്പിക്കാനാണോ നിങ്ങളുടെ സമസ്ത ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് അന്തവും കുന്തവും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. ഈ ഉമ്മത്തിനെ ഇതുപോലെ ഷിർക്കിലേക്ക് വലിച്ചഴക്കുന്ന ഇതുപോലെയുള്ള പിഴച്ച വിശ്വാസക്കാരായ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സമസ്ത ഉണ്ടാക്കിയത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എങ്കിൽ പറയണം, അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലല്ലാത്തവരെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും? നാണോ മാനോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണ്. ഉമർ ഫൈസി മുക്കം, ഇവിടെ ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത് കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് ഒരു ദജ്ജാൽ പറയണത് എന്താണെന്നറിയോ സഹോദരന്മാരെ? അയാൾക്ക് നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ശംസുൽ ഉലമനെ വിളിക്കുന്നവരനെ. ഏതാണ് ഈ ശംസുൽ ഉലമ? ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു മൊയ്ലിയരാണ്. ആ മൊയ്ലിയരെ ഓർക്കും, ആ മൊയ്ലിയർക്ക് ഫാത്തിഹയിലും എന്നൊക്കെയാണ് ഈ ദജ്ജാൽ പറയണത്. കേട്ടോക്കി നിങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കൽ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിറകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ അസമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യൽ. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. കേട്ടില്ലേ സഹോദരന്മാരെ? ഇതിനെയൊക്കെ ദജ്ജാൽ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾക്കറിയാമോ, മസീഹ ദജ്ജാൽ വരെ, മുസൈലിമത്തുൽ കദ്ദാബ് മുതൽ മസീഹ ദജ്ജാൽ വരെ 28 കള്ളവാദികൾ വരും. ആ 28 കള്ളവാദികൾക്കും കൂടി പറയുന്ന പേരാണ് ദജ്ജാലൂന കദ്ദാബൂന, കള്ളന്മാരായ ദജ്ജാലുകൾ. ആ കള്ളന്മാരായ ദജ്ജാലുകൾ ആരാണ്? ഈ പണ്ഡിത വേഷധാരികളായ ഈ മുല്ല ശരീഅത്തുകാരാണ്. ഈ ഷിയായിസവും ബറേൽവിസവും ഈ മറ്റുള്ള മതങ്ങളിലുള്ള ഇസങ്ങളെല്ലാം വാരി വലിച്ചുകൊണ്ട് നിസ്കാരം ആർക്കുള്ളതാണ്? നിസ്കാരം അള്ളാഹ്ക്കുള്ളതാണ്. നിസ്കാരത്തിന് കൂലി തരുന്ന ആരാണ്? നിസ്കാരത്തിന് കൂലി തരുന്ന അള്ളയാണ്. നിസ്കാരത്തിന് പ്രതിഫലം നൽകുന്ന അള്ളയാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കുന്ന ആരാണ്? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കുന്ന അള്ളയാണ്. നിസ്കാരത്തിൽ തെറ്റ് സംഭവിച്ച ആരെയാണ് വിളിക്കേണ്ടത്? അള്ളാഹുവോടാണ് മാപ്പ് ചോദിക്കേണ്ടത്, മടക്കി നിസ്കരിക്കേണ്ടത്. അല്ലേ? ഈ ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറയുന്ന ഈ ദജ്ജാലൂടെ പറഞ്ഞത് എന്താണ്? നിസ്കാരത്തിൽ തെറ്റ് സംഭവിച്ചാൽ നേരെ ശംസുൽ ഉലമനെ വിളിക്കുന്നത്. ആരെ ഈ ശംസുൽ ഉലമ? ഈ ശംസുൽ ഉലമ എന്ന് പറയണ്ട, ഈ കെ അബൂബക്കർ മൗലിയർ, ഒരു എ പി അബൂബക്കർ മൗലിയരുണ്ട്, ഒരു ഇ കെ അബൂബക്കർ മൗലിയരുണ്ട്. മതിയല്ലോ. ഷിയായിസത്തിൻ്റെയും ബറേൽവിസത്തിൻ്റെയും മുഴുവൻ സീമകളും ലംഘിച്ചുകൊണ്ട് അതിനേക്കാൾ മേലെ ഈ മുസ്ലിം ഉമ്മത്തിനെ ഈ വഹദാനിയത്ത് പ്രചരിപ്പിക്കേണ്ട, വഹദാനിയത്തിൽ ജീവിക്കേണ്ട, അള്ളാഹുവിൻ്റെ അസ്തിത്വമായ ഏകത്വത്തിൽ ജീവിക്കേണ്ട മനുഷ്യരെ പിഴപ്പിക്കുന്ന ഇബ്ലീസിൻ്റെ വക്താക്കളാണിവർ. ഇനിയൊരു തലയെക്കെട്ടുകാരൻ തങ്ങളും കൂടിയാണ്, താളീക്കര തങ്ങൾ. എ പി വിഭാഗത്തിലെ ഒരു തങ്ങൾ. അയാളെന്താ പറയണമെന്നറിയോ? ഇവിടെ സമസ്ത ഉണ്ടായത് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാനാണ് എന്ന്. ആരാണപ്പാ ഈ മൊയ്തീൻ ഷെയ്ഖ്? മൊയ്തീൻ ഷെയ്ഖ് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിച്ചുപോയി. ആ മരിച്ചുപോയ മനുഷ്യനെ നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വിളിച്ച് തേടിയിട്ട് കാര്യമില്ല. എന്തേ കാര്യമില്ല എന്ന് പറയാൻ കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ, അവർ കേൾക്കൂല. ഇനി അവർ കേൾക്കുമെന്ന് കരുതിയാൽ തന്നെ, വലു സമയോ അവർ കേൾക്കുമെന്ന് കരുതിയാൽ തന്നെ മസ്സജാബൂലക്കും. പിന്നെ എന്തിനാണ് മൊയ്ലിയാക്കന്മാരെ ഈ ഉമ്മത്തിന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ കേൾക്കൂല. അവർ കേൾക്കുമെന്ന് കരുതിയാൽ തന്നെ അവർ ഉത്തരവും ചെയ്യൂല. ഉത്തരം കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ ഈ ഷിർക്ക് ചെയ്യിപ്പിക്കുന്നത്? ഇല്ല. നിങ്ങൾ ചെയ്യുന്ന ഷിർക്ക് അവർ നാളെ പരലോകത്ത് നിഷേധിച്ച് തള്ളും. അള്ളാഹു നിങ്ങൾക്ക് കഠിനമായ ശിക്ഷയാണ് കാത്തുവെച്ചിട്ടുള്ളത്. ആ തലീക്കര തങ്ങൾ തള്ളണമെന്ന് കേൾക്കാം നമുക്ക്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ? അതേ മുശ്രിക്കീങ്ങളെ, അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം എന്താണ്? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലല്ലാത്തവരെ വിളിച്ച് തേടുന്നത് അത് ഷിർക്കാണ്. ആ ഷിർക്ക് ചെയ്യണം മുശ്രിക്കാണ്.
അതിന് വേണ്ടിയിട്ടാണോ നിങ്ങളുണ്ടായത്? അപ്പോൾ ബിദ്അത്തും മാത്രമല്ല നിങ്ങൾ ഷിർക്കും കൂടി പ്രചരിപ്പിക്കാനാണോ നിങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്? പറയണം ഉമർ ഫൈസി മുക്കം, നിങ്ങൾ ഇവിടെ ബിദ്അകളെ പ്രതിരോധിക്കാനാണ് സമസ്തയും സമസ്തയിലത്തെ കുട്ടി സമസ്തകളും ഉണ്ടായത്, ദജ്ജാലും ദജ്ജാലീങ്ങളും കുട്ടി ദജ്ജാലീങ്ങളും ഉണ്ടായതെന്ന് ഇവിടെ പറഞ്ഞു വെച്ചല്ലോ. തുടക്കത്തിലുള്ള വീഡിയോ അതാണല്ലോ. എന്നാൽ പറ ഉമർ ഫൈസി മുക്കം, മുക്കിയിട്ടോ മുരണ്ടിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. ഈ ബിദ്അത്തുകാരെ പ്രതിരോധിക്കാനാണ് എന്ന് പച്ചക്കളവും പറഞ്ഞിട്ട് ബിദ്അത്തുകൾ പ്രചരിപ്പിക്കാനും പച്ച ഷിർക്ക് ഈ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അല്ലേ നിങ്ങളുണ്ടായത്? അതല്ലേ ഈ തലീക്കര പറയണത്? ഇനി ഇത് മാത്രമാണോ ഇപ്പോഴത്തെ സമസ്തയുടെ ഏത് EK സമസ്ത, ഈ ഉമർ ഫൈസി മുക്കത്തിൻ്റെ സമസ്ത ഉണ്ടല്ലോ, അതിൻ്റെ അധ്യക്ഷനാരാണ്? അത് മുത്തുക്കോയത്തങ്ങളാണ്. മുത്തുക്കോയത്തങ്ങൾ ഇതിലേക്കും വലിയ തള്ളാണ് തള്ളിയും കൊണ്ടിരിക്കുന്നത്. കേട്ടോ നിങ്ങൾ എന്നെ മൊയ്തീശേഖതങ്ങളും പറഞ്ഞത് കൊല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായുടെ ഉത്തരം ചെയ്യും ഞാനെന്ന്. അത് നമ്മൾ ആ റേഞ്ചിലാവണം. ആ റേഞ്ചിൽ നിന്ന് നമ്മൾ വിളിച്ചാൽ ഇവര് വിളി കേൾക്കും. അതൊരു ഇലാഹിയായ ഒരു റേഞ്ചാണത്. ആ റേഞ്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടായിരിക്കും അവർ ആ വിളി കേൾക്കുന്നതും ആ വിളിയുടെ വിളിക്കനുസരിച്ചുള്ളതായ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട് അവർ കൈകാര്യം ചെയ്യണം. ഇപ്പം എന്തേ പറഞ്ഞത്? വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വാകൂട ഉത്തരം ചെയ്യും ഞാനെന്നോവർന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആ സാത്വികനായ മനുഷ്യൻ്റെ പേരിൽ 40 വർഷം അള്ളാഹുവിൻ്റെ ഹദാനിയത്ത് വഅദ് പറഞ്ഞിരുന്ന പണ്ഡിതനായിരുന്ന ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ പച്ച നുണ. ആരാ പറയണത്? ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റാണ്. ഇയാൾക്ക് എന്തായിരുന്നു ഇതുവരെ പണി? തുണിക്കച്ചവടം, വിസ കച്ചവടം. ഇവിടെ സമസ്ത കേരളയുടെ ഒരു മേഖലയിലും പ്രത്യക്ഷപ്പെടാത്ത ഈ മനുഷ്യനെ ഈ അടുത്ത കാലത്ത് ആരാണ് സമസ്ത കേരളയുടെ മുഷാവറയിലേക്ക് കൊടുന്ന് തൂക്കിയിറക്കിയത്, കെട്ടി തൂക്കിയിറക്കിയതെന്നും ആർക്കും അറിയില്ല. അപ്പോൾ പ്രസിഡൻ്റ് ആയപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇയാളെ മനസ്സിലാകൽ തുടങ്ങി. പ്രസിഡൻ്റ് ആയതിന് ശേഷം ബിദ്അത്ത് ഇങ്ങനെ ഷിർക്കും ബിദ്അത്തും ഇങ്ങനെ മാലപ്പാട്ടായിട്ട് മൂപ്പര് പാടിക്കൊണ്ടിരിക്കുക. ഏതാ പാട്ട്? ഇപ്പോൾ മൂപ്പര് പറഞ്ഞത് ഒരു പാട്ട് പുസ്തകത്തിലുള്ളതാണ്. ഖാലി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരൻ അയാൾ എഴുതിയതാണ്. അയാൾ എഴുതിയ ആ മാലപ്പാട്ടിൽ എന്താ പറയുന്നത്? വല്ല നീലത്തീന്നു എന്നെ വിളിപ്പോർക്ക് വഹകൂടാവു തീരോ ചെയ്യും ഞാനെന്നോവർ. ഏത് നിലയിൽ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. എന്നിട്ട് ഇവരെ എഴുതി വെച്ചിരിക്കുകയാണ് മൊഹീദ്ദീൻ ഷെയ്ഖിന് കഴിവുണ്ട് എന്നുള്ളത്. ഇതാരാണ് എഴുതി വെച്ചിട്ടുള്ളത്? കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായാതൊക്കെയും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മാലപ്പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. കോഴിക്കോട്ടത്തൂറ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഖാലി മുഹമ്മദാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത് അല്ലേ? ഇനി ഈ എഴുതി വെച്ചത് എവിടെ നോക്കിയിട്ടാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളതും ആ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അവർ സ്വന്ന ബൈത്തീന്നും ബഹ്ജാക്കി താബീന്നും എന്ന് പറഞ്ഞുകൊണ്ട് തക്മീലായവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്. കോഴിക്കോട്ടുകാരൻ ഖാലി മുഹമ്മദ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാൾ എഴുതി വെച്ചിട്ടുള്ളത് അവർ സ്വന്ന ബെയ്ത്ത്, യാർ സ്വന്ന ബെയ്ത്ത്, യാറോ സ്വന്ന ബെയ്ത്ത്. പിന്നെ ബഹിജ കിതാബ് ഏതാണ്? ഈ മൊഹീദ്ദീൻ മാല എന്ന് പറയുന്ന തമിഴ്, അറബി, മലയാളം ഇതൊക്കെ പാടെ കൂട്ടിക്കലക്കിയ തമിഴൻ്റെ മാലയിൽ എന്ന പോലെ അറബിയിലുള്ളൊരു മാലയാണ് ബഹിജത്ത് മാല. ഈ ബഹിജ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ബഹിജ കിതാബിൽ എന്തെങ്കിലും നുണ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്തിൻ്റെ ഇടയിലേക്ക് പാടി പറയുകയാണോ മൊയ്ലിയാക്കന്മാരെ വേണ്ടത്? അതിൽ പച്ച ബിദ്അത്തും ഷിർക്കും കള്ളക്കഥകളും അള്ളാഹുവിനും മേലെയുള്ള പല പല കഴിവുകളും മുഹീദ്ദീൻ ഷെയ്ഖിന് വെച്ചരുളി കൊടുക്കുന്ന പല വരികളും അല്ലേ? കോഴിയുടെ മുള്ളോടെ കൂവന്ന് സൊന്നാരേ കൂശാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. കോഴിയുടെ മുള്ള്, കോഴിനെ അറുത്ത് കൂട്ടാൻ വെച്ചിട്ട് അതിൻ്റെ തൊപ്പയൊക്കെ കളഞ്ഞ് തൂവലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇട്ടിക്കണമെന്നറിയില്ല. ഇനി തൊലി അടക്കമാണെങ്കിലും തൊലി കീച്ചിട്ടാണെങ്കിലും കൊത്തി അരിഞ്ഞിട്ട് കറി വെച്ച് തിന്നിട്ട് അതിൻ്റെ എല്ലൊക്കെ കൂട്ടി വെച്ചിട്ട് അതിനോട് കൂകി പറന്നോളാൻ പറഞ്ഞപ്പോൾ അത് പറന്നുപോയി എന്നാണ് പറഞ്ഞത്. അള്ളാഹ്ക്ക് കഴിയുന്ന കഴിവല്ലേ ഈ മൊഹീദ്ദീൻ ഷെയ്ഖിൻ ഉണ്ട് എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കള്ളക്കഥ അല്ലേ? കള്ളക്കഥ എന്താണ്? കശവേറും രാവിൽ നാടെന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. മൂപ്പരിങ്ങനെ ഇരുട്ടത്തിങ്ങനെ പോകുമ്പോൾ വിരലിങ്ങനെ പിടിച്ചപ്പോൾ അതിങ്ങനെ ടോർച്ച് പോലെ ചൂട്ട് പോലെ ഇങ്ങനെ കത്തിയെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ആ വൃത്തികെട്ട പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇനിയും കള്ളക്കഥകളും പച്ച ഷിർക്കും പറയുവാനുണ്ട്. എന്നാൽ
അതുപോലെയുള്ള മാലയിൽ പറഞ്ഞിട്ടുണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് ഏത് നിലത്തു നിന്നും എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചോ എന്ന് പറയുന്ന ഈ പിഴച്ച വിശ്വാസക്കാരി ബിദഅത്തുകാരി ഷിർക്കിൻ്റെ പ്രചാരകരായ ആളുകളെ ഇവരാണോ ബിദഈകളെ പ്രതിരോധിക്കാൻ വന്നിട്ടുള്ളത്? അപ്പോൾ ഇവർ പറയുന്ന ബിദഈകൾ ആരാണ്? ഇതൊക്കെ ഷിർക്കാണ്, ബിദഅത്താണ്, നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്ന് പറയുന്ന അവരാണത്രേ ബിദഈകൾ. വല്ലാത്ത യാതി. അപ്പോൾ പ്രിയമുള്ളവരെ, എന്താണ് ബിദഅത്ത് എന്നുള്ളത് അറിയുന്നവർക്ക് മനസ്സിലാകും ആരാണ് ബിദഅത്തിനെ പ്രതിരോധിക്കുന്നതെന്നും ആരാണ് ബിദഈകളെന്നും. എന്നിട്ട് ആ ബിദഈകൾ പറയാണ് ഞങ്ങൾ ബിദഅത്തുകാരെ പ്രതിരോധിക്കാൻ വന്നാന്ന്. എന്നാൽ നിങ്ങൾ സ്വയം കണ്ട് പ്രതിരോധിച്ചോളിയും ചങ്ങായിമാരെ. ഇനി പ്രിയമുള്ളവരെ, ഇവിടെ കാണിക്കുവാനുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ളക്കറാമത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇറങ്ങിയിട്ടുള്ളത് CM മടബൂർ എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബൂക്കറിൻ്റെ പേരിലാണ്. ഒരു കാലത്ത് മുസ്ലിയാരായിട്ട് ജീവിച്ചിരുന്ന ദർസോദി പഠിക്കുകയും അതിനുശേഷം വെല്ലൂരുള്ള ബാക്കിയാത്തു സ്വാലിഹാത്തിൽ പോയിട്ട് അവിടുന്ന് ബാക്കവി ബിരുദം വാങ്ങി വരികയും ചെയ്ത് കോഴിക്കോട് ഏതൊക്കെയോ പള്ളിയിൽ ഇമാമായിട്ടും ഖത്തീബായിട്ടുമൊക്കെ സേവനമനുഷ്ഠിച്ചിരുന്ന ഈ ചിറ്റടിമേത്തൽ അബൂബക്കർ, ഇയാൾ പുലിമൈദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായിട്ട്, അയാൾ കാട്ടിൽ ജീവിക്കുന്നൊരു ജാഗ്രതാനാണ്, അയാളോട് ബന്ധം സ്ഥാപിക്കുകയും അയാളോടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അയാൾക്ക് മാനസിക നില തെറ്റുകയും ചെയ്തു. പിന്നീട് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഏതോ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ മലച്ചെട്ടി കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിവ്. അങ്ങനെ മാനസിക രോഗിയായിരുന്ന ആ മനുഷ്യൻ മാനസിക രോഗിയായിക്കൊണ്ട് തന്നെ മരിച്ചു പോവുകയും ചെയ്തു. ആ മരിച്ച മനുഷ്യനെ അയാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുത്തൻ പറഞ്ഞു നടക്കുന്നുണ്ട്. ഒരുത്തനല്ല, 1-2 ആളുകൾ അത് പാടിയും കൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുദബ്ബിറുലാലാണെന്ന് പറഞ്ഞേക്കണു, എന്ത് ഈ ലോകം നിയന്ത്രിക്കണത് ഞാനാണെന്ന് പറഞ്ഞേക്കണു എന്നുള്ള കുറേ മൂലിയക്കന്മാർ പറഞ്ഞു നടക്കുന്നുണ്ട്. അതിന് മേമ്പൊടി ആയിക്കൊണ്ട് കാന്തപുരം പോലെ എന്ത് പറഞ്ഞേക്കണു, ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറഞ്ഞുകൊണ്ട് അത് CM മടബൂര എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരിൽ അതും വലിച്ചു കെട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പറയുന്ന മൂല്യർ ഇയാളേതോ ഓൺലൈൻ മജ്ലിസൊക്കെ നടത്തിയും കൊണ്ട് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഏതൊരു സൂഫി തരീഖത്തിൻ്റെ ഒരു മുസ്ലിയാരാണ്. അയാൾ ഒരു മജ്ലിസ് അത് ഓൺലൈനിലിട്ടിട്ട് പറയുകയാണ് ഞാനാണ് മുദബ്ബിറുൽ ആലമെന്ന് ഷെയ്ഖുനാക്കുന പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വല്ലാത്ത ജാതി തള്ളാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയും ജനങ്ങളെ. അവര് പറഞ്ഞതാണ്, അവരെ മുഹിബ്ബീങ്ങളും അവരെ മുരീദന്മാരല്ല പറഞ്ഞത്, അവര് തന്നെ പറഞ്ഞു അന ഖുത്ബുൽ ആലം, ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഉപ്പാപ്പ പറഞ്ഞതാ. അല്ലാഹു അവിടുത്തെ മദദ് നൽകട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? ആമീൻ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടെ ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉപ്പാപ്പാനെ മുറുകെ പിടിച്ചോളി. ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ ഉപ്പാപ്പാനെ കണ്ടവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉപ്പാപ്പാന്റെ കറാമത്തോട് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ കുറെ ആൾക്കാര് ചിലപ്പോ പേര് ശംസുന്നാവും ഗഫൂർന്നാവും പല ആൾക്കാരാവും. എന്നിട്ട് അതിങ്ങനെ ബാഡ് കമന്റ് എഴുതിയിട്ട് സുബ്ഹാനല്ലാഹ് അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ആരെന്തോ പറഞ്ഞോ അതല്ല ഉപ്പാപ്പ, അതിനു മേലെയാണ് ഉപ്പാപ്പ. മഹാന്മാര് പറഞ്ഞതാ. നമ്മള് പറയും സുബ്ഹാനല്ലാഹ് CM ഒരു എന്ത് വലിയ മഹാന, അങ്ങനെയല്ല, അതിനു മേലെയാ. നിങ്ങൾ എന്നെ ഉപ്പാപ്പനെ പറയേ, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും മുകളിലാണ്. മനസ്സിലായില്ലേ സഹോദരന്മാരെ? ഇതുപോലെയുള്ള പിരാന്ത്, ഇതുപോലെയുള്ള പച്ചക്കളവ്, ഇതുപോലെയുള്ള തള്ളുകൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുണ്ടായത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിരിച്ചു വിട്ടാളിയും ചങ്ങായിമാരെ. പൈസയെ നിങ്ങളിതൊരു പിരിച്ചു വിട്ടാളിയും, അതാണ് നല്ലത്. കാര്യം ഇതുപോലെ പച്ച നുണയും പറഞ്ഞുകൊണ്ട് ഒരാൾ പറയാണ് ഞാനാണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ഓനെ കജ്ജും കാലും കൂട്ടിക്കട്ടിയിട്ട് കുതിരോട്ടത്തേക്ക് അല്ലെങ്കിൽ ഊളംപാറയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും എത്തിക്കുക. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലെന്ന് പറഞ്ഞാൽ എന്താണ് മൂലിയക്കന്മാരെ? ആലം എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്തത് മുഴുവൻ ആലാണ്. അപ്പോൾ അല്ലല്ലാത്തത് മുഴുവൻ ആലമാണെന്നുണ്ടെങ്കിൽ ഈ ആലത്തിലുള്ളതല്ലേ മലായിക്കത്തിങ്ങൾ, ഈ ആലത്തിലുള്ളതല്ലേ ജിന്ന് വർഗ്ഗങ്ങൾ. ഈ ജിന്ന് വർഗത്തെയും മലക്കുകളെയും അതുപോലെ ഈ ഗാലക്സി മുഴുവൻ, ഈ അണ്ടകടാഹം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചനാഥൻ ഒഴികെയുള്ള മുഴുവൻ കാര്യങ്ങളും, ഈ പ്രപഞ്ചനാഥൻ ഒഴികെയുള്ള മുഴുവൻ കാര്യങ്ങളിലല്ലേ ഈ മുഴുവൻ മനുഷ്യരുള്ളത്, ഈ മുഴുവൻ മനുഷ്യരുടെ റൂഹുകളുള്ളത്. ഇതുവരെ ആദം നബി മുതൽ ജനിച്ച് ഇനി അവസാനം ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ അടക്കം റൂഹ്, അത് അള്ളാഹുവിന് പുറമുള്ള ആലത്തിൽപ്പെട്ടതല്ലേ. ഇതൊക്കെ നിയന്ത്രിക്കണ ഈ ചിറ്റടിമേത്തൽ അബൂബക്കറാണെന്ന് പറഞ്ഞാൽ എന്ത് പീരാന്താണ് മൂലിയക്കന്മാരങ്ങൾ പറയണത്? അയാൾക്ക് പീരാന്തായിരുന്നു, നിങ്ങൾക്കും പീരാന്ത. ഇത് ഈ രൂപത്തിൽ ഈ നോണ പറഞ്ഞിട്ട് ഈ പച്ചക്കളവും ബിദ്അത്തും ശിർക്കും പ്രചരിപ്പിക്കാനാണോ നിങ്ങളുണ്ടായത്? അങ്ങനെയെങ്കിൽ പൊന്നു സഹോദരന്മാരെ എല്ലാവരും കൂടി പറഞ്ഞാളിയും ഇതങ്ങോട്ട് പിരിച്ചു വിടുകയാണ് നല്ലത്.
ഇതുപോലെ നുണ പറഞ്ഞിട്ട് ഇതിനേക്കാളും നല്ലതൊരു ബാലരമ ബാലമംഗളോ അങ്ങനെ ഒരു ബുക്ക് പുതിയതായിട്ട് തുടങ്ങിയല്ലേ, എന്നിട്ട് അതിലിങ്ങനെ കുറേ മായാവി കഥകൾ പറഞ്ഞിടക്കല്ലേ നല്ലത്. പൊന്നു സഹോദരന്മാരെ, ഇതിങ്ങനെ വിശദീകരിക്കപ്പെടുന്നത് ഇവർ പുതിയതായിട്ട് ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രഭാഷണം ഇപ്പോൾ 2 ദിവസം മുമ്പ് നടന്നതാണ്. വഖഫ് സമ്മേളനം സംബന്ധിച്ച് നടന്ന ആ ഒരു പ്രോഗ്രാമിലാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. ഇവരിത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കാലാകാലങ്ങളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ വക്രീകരിച്ചുകൊണ്ട് ഇവർ വളരെ മോശമായിക്കൊണ്ട് ഈ ദീനിനെ പൊളിച്ചടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരിറങ്ങിയിട്ടുള്ളത്. മനസ്സിലാക്കുക, എന്തിനാണ് ഇവരുണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഇവർ തന്നെ പറഞ്ഞു. ഇവരുണ്ടായിട്ടുള്ളത് ഇവിടെ പാച്ച ഷിർക്ക് ബിദ്അത്ത് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് എതിര് അത് ഷിർക്കാട്ടോ അത് ബിദ്അത്താട്ടോ എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഷിർക്ക് ചെയ്തവരായി പോകുള്ളൂ കേട്ടോ. ജനങ്ങളെ, നിങ്ങളൊന്ന് രക്ഷപ്പെട്ടോളീം. ഈ മാലി മൗലൂദ്, ഈ ഖബർ വ്യാപാരം, ഈ ഖബർ വ്യവസായമായിട്ട് നടക്കുന്നത് ഇത് ബിദ്അത്തായിട്ടില്ലേ, ഇത് അള്ളാൻ്റെ ഹബീബും പഠിപ്പിക്കാത്തായിട്ടില്ലേ, നിങ്ങൾ ബിദഈകളായി പോകുമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുകളെ ബിദഈകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു നടക്കണ ഈ കൗമുണ്ടല്ലോ, ഈ തലേക്കട്ടന്മാരായ മൊയ്ലിയാക്കന്മാർ, ഇവർ ഈ ഉമ്മത്തിനെ നശിപ്പിക്കാനായിട്ട് ഉണ്ടായവരാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക, സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.